നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം, കാസർഗോഡ് മുതൽ തുടങ്ങിയ നവകേരള സദസ്സ് ഇപ്പോൾ കൊല്ലം, തിരുവനന്തപുരത്തേക്ക് എത്താൻ പോവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നടന്ന നാടകീയ രംഗങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാം. സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ഉഴലുമ്പോഴും കോടികൾ മുടക്കി ഇറക്കിയ നവകേരള സദസ്സിന് വേണ്ടിയുള്ള ബസ്സായിരുന്നു ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചത്. പിന്നീട് അങ്ങോട്ട് വിവാദങ്ങളുടെ പൊടിപൂരമായിരുന്നു. പിന്നീട് സ്കൂൾ കുട്ടികളെ പൊരുവെയിലത്ത് നിർത്തി ജയ് വിളിപ്പിച്ചതും സ്കൂളിന്റെ മതിൽ പൊളിപ്പിച്ചതും കോടതിയുടെ പക്കലിൽ നിന്ന് പോലും വിമർശനം കേട്ടിരുന്നു. എന്തിനധികം പറയുന്നു, കറുത്ത വസ്ത്രം പോലും ധരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമായിരിക്കും. ജനാധിപത്യപരമായി കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ SFI ഗുണ്ടാ നേതാക്കൾ തലങ്ങും വിലങ്ങും തല്ലിച്ചതച്ചപ്പോൾ കയ്യും കെട്ടി കുമ്പിട്ട് നിന്ന പിണറായി സഖാവിന്റെ ഏമാന്മാരെ ഒരു നിമിഷം എല്ലാവരും സ്മരിച്ചുപോയി കാണും. ചെല്ലും ചെലവും കൊടുത്ത് ഇവരെ എന്തിനിവിടെ നിർത്തി എന്നതായിരുന്നു ഏവരും ചിന്തിച്ചത്. എന്നിട്ട് അതിനെ വെള്ളപൂശാൻ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ് ഏറെ ബാലിശമായി തോന്നിയത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് SFI പ്രവർത്തകർ അങ്ങനെ ചെയ്തതെന്നാണ്. ഇതിൽ പരം ഏഭ്യന്തരം പറഞ്ഞ മറ്റൊരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. കൂടാതെ പറയാതിരിക്കാൻ പറ്റാത്ത മറ്റു ചിലതും കൂടെ ഉണ്ടിവിടെ. നവകേരള സദസ്സിനായി ഇതുവരെ വീരമൃത്യു വരിച്ചത് 13 മതിലുകളാണ്. കൂടുതലും സ്കൂൾ മതിലുകളാണ്. പുനർനിർമ്മിച്ചു നൽകുമെന്ന ഉറപ്പിലാണ് മതിലുകൾ പൊളിക്കുന്നത്. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പലയിടത്തും പണി തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മതിൽ പൊളിക്കുന്നതിനെതിരെ പലയിടത്തും പ്രതിഷേധവും ഉയർന്നിരുന്നു. ചിലയിടങ്ങളിൽ മതിലിൽ രാഷ്ട്രീയം വരെ കലർന്നു. നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിലും പടിയും പൊളിച്ചു നീക്കി 11 ദിവസം കഴിഞ്ഞു. ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. കുറഞ്ഞത് 25,000 രൂപയെങ്കിലും വേണ്ടിവരും. എറണാകുളത്ത് 3 സ്കൂൾ മതിൽ പൊളിച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായ പറവൂർ ഗവൺമെന്റ് സ്കൂളിൽ മതിൽ പൊളിക്കുന്നതിനെതിരെ UDF ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി തന്നെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ മതിൽ പൊളിക്കുകയായിരുന്നു. പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സംഘാടക സമിതി പൊളിച്ച ഭാഗം കെട്ടുകയായിരുന്നു. കോതമംഗലത്ത് മാർബേസിൽ സ്കൂളിന്റെ മതിൽ പൊളിച്ചെടുത്ത് ഗേറ്റ് സ്ഥാപിച്ച് പ്രവേശക കവാടകമായി ഉപയോഗിക്കാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം. പെരുമ്പാവൂരിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഭാഗികമായി തകർന്ന മതിൽ പൊളിക്കുന്നതിൽ നഗരസഭയും എൽദോസ് കുന്നപ്പള്ളി MLAയും പ്രതിഷേധിച്ചെങ്കിലും പൊളിച്ചു നീക്കുകയായിരുന്നു. പുനർനിർമ്മിക്കുന്നതിന് SSI ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപയുടെ അനുമതി നൽകുകയും ചെയ്തു. മലപ്പുറത്ത് 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതിൽ പൊളിച്ചു. 1 കെട്ടുകയും 2 ഇനിയും ബാക്കിയുമാണ്. തിരൂർ ബോയ്സ് ഹൈസ്കൂളിന്റെ മതിൽ പൊളിച്ചതും വിവാദമായിരുന്നു. തുടർന്ന് സംഘാടക സമിതി കരാറുകാരനെ ചുമതലപ്പെടുത്തി 2 ദിവസത്തിനകം കെട്ടുകയായിരുന്നു. മഞ്ചേരിയിലാവട്ടെ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തിന്റെ മതിൽ 3 മീറ്ററോളം പൊളിച്ചിരുന്നു. അത് ഇതുവരെ കെട്ടിയിട്ടുമില്ല. കോട്ടയ്ക്കലിൽ സദസ്സ് നടന്ന ആയുർവേദ കോളേജിന്റെ മതിൽ 5 മീറ്ററോളമാണ് പൊളിച്ചത്. അതും ഇതുവരെ കെട്ടിയില്ല. തൃശൂർ മാള സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 3 മതിലുകളാണ് 8.5 മീറ്റർ വീതം പൊളിച്ചത്. ഇതിനായി 55,000 രൂപയാണ് കണക്കാക്കിയത്. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മതിൽ 34 മീറ്റർ പൊളിച്ചു. ഇതിനു മുൻപ് മതിൽ പുനർനിർമ്മാണത്തിന് 20 ലക്ഷം K രാധാകൃഷ്ണന്റെ വികസന നിധിയിൽ നിന്ന് പാസാക്കി ഉത്തരവിറങ്ങിയിരുന്നു. വെമ്പല്ലൂർ MES അസ്മാബി കോളേജിന്റെ മൈതാനത്തിന്റെ മതിലും മാനേജ്മെന്റ് തന്നെ പൊളിച്ചു മാറ്റുകയായിരുന്നു. ആലപ്പുഴ മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തെ വേദിക്ക് സമീപം നവകേരള ബസ് എത്തുന്നതിനായി സ്കൂൾ കവാടം പൊളിച്ച് വീതി കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്ത് കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ തള്ളിയിരുന്നു. ഇതിനിടെ മതിലിന്റെ ഒരു ഭാഗം അജ്ഞാതർ പൊളിച്ചു നീക്കുകയും ചെയ്തു. കോട്ടയം പൊൻകുന്നം ഗവൺമെന്റ് VHSS വളപ്പിന്റെ മതിൽ 10 അടിയോളം ഉയരമുള്ളതാണ്. 15 അടിയോളം നീളത്തിൽ പൊളിച്ച് റോഡ് വെട്ടിയത്. മൈതാന കവാട നവീകരണത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ആ തുക ഉപയോഗിച്ച് കവാടമായി നവീകരിക്കും. വിവാദങ്ങൾ കത്തുമ്പോഴും ഇത്രയും മതിലുകൾ പൊളിച്ചതിനെ ഒരു ഉളുപ്പുമില്ലാതെ കോടതിയുടെ മുന്നിൽ പറ്റിപ്പോയി എന്ന് പറയാനും പിണറായി സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നവകേരള സദസ്സിനായി നടക്കുന്ന സ്കൂൾ മതിൽ പൊളിക്കലിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി രംഗത്ത് വരികയായിരുന്നു. എന്തിനാണ് സ്കൂൾ മതിൽ പൊളിക്കുന്നതെന്നും ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്നും ഹൈക്കോടതി ചോദിക്കുകയായിരുന്നു. മതിൽ പൊളിക്കുന്നത് പൊതുഖജനാവിൽ നിന്നുള്ള പണമല്ലേ എന്നും
ആരാണ് നവകേരള സദസ്സിന്റെ നടത്തിപ്പുകാരെന്നും ഹൈക്കോടതി ചോദിക്കുകയായിരുന്നു. നവകേരള സദസ്സ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു.